ഇന്നത്തെ യുവാക്കളുടെ ട്രെൻഡാണല്ലേ താടി നീട്ടി വളർത്തുക, പല ഷേപ്പില് താടി വെട്ടി ഒതുക്കി വെക്കുന്നത്. ഇപ്പോഴത്തെ ടീനേജേഴ്സിന്റെയും യുവാക്കളുടെയും ഒരു 50 വയസ്സുള്ളവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. എന്നാ തോമം മുടിയൊന്നും നീട്ടി വളർത്തും SI സോമം പുള്ളയ്ക്ക് ചെരക്കാൻ. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു പഠനത്തിൽ പറയുന്നത് നിങ്ങളുടെ താടിക്കകത്ത് നിങ്ങളുടെ ടോയ്ലറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകളും വൈറസുകളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് പഠനത്തിൽ പറയുന്നത്. ഇല്ല ഞാനിത് വിശ്വസിക്കില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ താടിക്കകത്ത് പലപ്പോഴും അന്തരീക്ഷത്തിലുള്ള ഈർപ്പം ഉണ്ടാവും. നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിന്റെ ചില ശകലങ്ങളുണ്ടാവും. പലപ്പോഴും നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ചെറിയ കണികകൾ തെറിച്ച് വീണു എന്ന് വരാം. ഭക്ഷണത്തിനകത്തുള്ള ബാക്ടീരിയകളുണ്ട്. നിങ്ങൾ ആ പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ബാക്ടീരിയകൾ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ തുമ്മുന്നു, നിങ്ങളുടെ മൂക്കിലേക്ക് എത്തുന്നത് പോലെ തന്നെ നിങ്ങളുടെ താടിയിലെ വൈറസുകൾ പറ്റിപ്പിടിക്കുന്നുണ്ട്. നമ്മുടെ താടിയിൽ, നമ്മുടെ സ്കിന്നിന്റെ ഭാഗത്തുള്ള ചൂടും ചെറിയ നനവും വിയർപ്പും അതിന്റെ അടിയിൽ പറ്റിപ്പിടിക്കുന്ന പൊടിയും ആ ഒരു അന്തരീക്ഷത്തിലെ ബാക്ടീരിയകൾ, ഫംഗസുകൾ, വൈറസുകൾ എന്നിവ വളരെ പെട്ടെന്ന് പെരുകുമെന്നും അത് കൂടുതൽ വളരെ പെട്ടെന്ന് കുടുംബങ്ങളിലേക്ക് നിങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഇൻഫെക്ഷൻസ് വരാൻ കാരണമാകുമെന്നുമെല്ലാം പഠനമുണ്ട്. ഈ പറയുന്ന കേൾക്കുമ്പോൾ തോന്നും പ്രിയപ്പെട്ട താടി മുറിച്ച് കളയണമോ എന്ന്. വേണ്ട. ഇത്തരത്തിലുള്ള വാർത്തകളും കഥകളും എല്ലാം മുമ്പ് വന്നിട്ടുണ്ട്. ഒരു 10 വർഷം മുമ്പ് എനിക്കറിയാം താടി നീട്ടി വളർത്തുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ളൊരു പഠനവും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്നതിനകത്ത്, അതായത് താടി നീട്ടി വളർത്തുന്ന സമയത്ത് അത് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ബാക്ടീരിയകളോ വൈറസുകളോ എല്ലാതും പടരും എന്നുള്ളതും സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ തലമുടി നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്യുമോ അതേപോലെ നിങ്ങളുടെ മീശയും നിങ്ങളുടെ താടിയും നിങ്ങൾ കെയർ ചെയ്യണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം വളരെ ശ്രദ്ധയോടുകൂടി താടിയും ഇതൊന്നും പറ്റിപ്പിടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കുളിക്കുന്ന സമയത്ത് താടിയും കൃത്യമായിട്ട് സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിച്ചോ കൃത്യമായി ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തലമുടി കഴുകുന്നത് പോലെ തന്നെ തലമുടിയിൽ പൊടി പറ്റിപ്പിടിക്കാതിരിക്കുന്നത് പോലെ താടി നിങ്ങൾ ശരിയാക്കി സൂക്ഷിച്ചു നിർത്തുക. തലമുടി നിങ്ങൾ കൃത്യമായിട്ട് തുടയ്ക്കുന്നത് പോലെ, നനവ് മാറ്റുന്നത് പോലെ, വിയർപ്പ് തുടയ്ക്കുന്നത് പോലെ താടിയും നിങ്ങൾ വിയർപ്പൊക്കെ മാറ്റി നനവ് മാറ്റി സൂക്ഷിക്കുക. ഇതൊക്കെ സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ താടി വളർത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുറിച്ച് കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് നടക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ യുവാക്കളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യൂ.